വിശുദ്ധ ഖുർആനിലെ അവസാന 2 അധ്യായങ്ങൾ, ആ വചനങ്ങൾക്ക് ഹേതുകമായ ഒരു മാരണത്തിന്റെ കഥയുണ്ട്. പ്രവാചക ചരിത്രത്തിലെ സങ്കടകരമായ ഒരധ്യായം. അസൂയയും പകയും മൂത്ത മദീനയിലെ യഹൂദികൾ പ്രവാചകനെതിരെ നടത്തിയ ഗൂഢാലോചനയുടെ കഥ. അന്ന് മദീന ശാന്തമായിരുന്നു. ഇസ്ലാമിന്റെ പ്രകാശം ഓരോ വീട്ടിലേക്കും കടന്നു ചെല്ലുന്ന സമയം. ഇത് കണ്ട് അസഹ്യമാകുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുമെന്ന് ഭയന്ന ജൂതപ്രമുഖരും കപടവിശ്വാസികളും. അവർക്ക് പ്രവാചകനെ നേരിടാൻ ആയുധങ്ങൾ മതിയാകുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വാക്കുകളിലെ യാഥാർത്ഥ്യത്തെ പരാജയപ്പെടുത്താൻ അവരുടെ പക്കൽ ന്യായങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ അവർ തീരുമാനിച്ചു, നമുക്ക് നേരിട്ട് മുഹമ്മദുമായി യുദ്ധം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് സിഹറിലൂടെ, മാരണത്തിലൂടെ നമുക്ക് അവനെ വകവരുത്താം. ഇതിനായി അവർ സമീപിച്ചത് ജൂതഗോത്രത്തിൽപ്പെട്ട മാരണവിദ്യകളിൽ കേമനായ ലബീദ് ബിൻ അസം എന്ന വ്യക്തിയെയാണ്. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു മനുഷ്യൻ. അവർ അവന് സ്വർണ്ണ നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു. ഞങ്ങൾക്ക് മുഹമ്മദിനെ തകർക്കണം, അതിന് നീ ഞങ്ങളെ സഹായിക്കണം. ലബീദ് തന്റെ സമ്മതം അരുളുന്നു. പക്ഷേ അവന് പ്രവാചകന്റെ ശരീരത്തിൽ സ്പർശിച്ച എന്തെങ്കിലും വസ്തു ആവശ്യമായിരുന്നു. എനിക്ക് മുഹമ്മദിന്റെ ചീർപ്പും അല്പം മുടിനാരിഴകളും ആവശ്യമുണ്ട്. അവർ തന്ത്രപൂർവം പ്രവാചകന്റെ വീട്ടിൽ സേവനം ചെയ്തിരുന്ന ഒരു കുട്ടിയെ സ്വാധീനിച്ചു. ആ കുട്ടിയിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിരുന്ന ഒരു ചീർപ്പും അതിൽ നിന്ന് ലഭിച്ച മുടിനാരിഴകളും അവന് കൈമാറി. ലബീദ് തന്റെ പണി തുടങ്ങി. ഉണങ്ങിയ ഈത്തിപ്പനയുടെ ഓളയിൽ മുടിനാരിഴകൾ വെച്ച് അവൻ 11 കെട്ടുകളിട്ടു. ഓരോ കെട്ട് മുറുക്കുമ്പോഴും അവൻ പൈശാചികമായ മന്ത്രങ്ങൾ ഉരുവിട്ട് അതിലേക്ക് ഊതി. വെറുപ്പും അസൂയയും നിറച്ച ആ കെട്ടുകൾ മദീനയിലെ ബനൂ സുറൈഖ് ഗോത്രത്തിലെ ഒരു ഒട്ടക്കിണറ്റിൽ അവർ താഴ്ത്തിയിട്ടു. ഈ രഹസ്യം സുരക്ഷിതമായ സ്ഥലത്താണ് സൂക്ഷിച്ചിരിക്കുന്നത്. ദർവാൻ കിണറിലെ പാറക്കല്ലിനടിയിൽ പൂത, ആരും എത്താത്തിടത്ത്. വെള്ളത്തിനടിയിൽ ഇരുട്ടിൽ ആ മാരണം കിടന്നു. ദിവസങ്ങൾ കടന്നുപോയി. മദീനയിലെ തെരുവുകളിൽ ബാങ്ക് വിളികൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വല്ലാത്തൊരു മൂകത തളം കെട്ടി നിൽക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ മാറ്റം തിരിച്ചറിഞ്ഞു. എപ്പോഴും പ്രസന്നനായിരുന്ന, ഓരോ കാര്യവും കൃത്യതയോടെ ചെയ്തിരുന്ന നബി വല്ലാതെ ക്ഷീണിതനായിരിക്കുന്നു. ചെയ്ത കാര്യങ്ങൾ മറന്നുപോകുന്നു. നിസ്കരിച്ചോ ഇല്ലയോ എന്ന് സംശയിക്കുന്നു. ശരീരത്തിന് വല്ലാത്ത ഭാരം അനുഭവപ്പെടുന്നു. മനസ്സിന് എന്തെന്നില്ലാത്ത പ്രയാസം. ആർക്കും കാരണം മനസ്സിലായില്ല. അള്ളാഹുവിന്റെ റസൂൽ ഉരുകിത്തീരുന്ന മെഴുകുതിരി പോലെ ക്ഷീണിച്ചു പോയിരിക്കുന്നു. പക്ഷേ അവിടുന്ന് പരാതിപ്പെട്ടില്ല. അള്ളാഹുവിനോട് മാത്രം നബി സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. 6 മാസത്തോളം ഈ അവസ്ഥ തുടർന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഒടുവിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് മനമുരുകി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിച്ചു. ആ രാത്രി അദ്ദേഹം ഉറങ്ങുമ്പോൾ 2 മലക്കുകൾ പ്രത്യക്ഷപ്പെട്ടു. ഒരാൾ കാൽക്കലും ഒരാൾ തലഭാഗത്തും ഇരുന്നു. അതിലൊരാൾ ചോദിച്ചു, ഈ മനുഷ്യൻ എന്താണ് പറ്റിയത്? അടുത്തയാൾ മറുപടി പറഞ്ഞു, ഇദ്ദേഹം മത്ബൂബാണ്, സിഹർ ബാധിക്കപ്പെട്ടവനാണ്. ആരാണിത് ചെയ്തത്? ലബീദ് ബിൻ ആസം. എന്തിലാണ് ചെയ്തത്?
ഒരു ചീർപ്പിലും മുടിനാരിഴകളിലും ഈന്തപ്പനയുടെ പോളയിലുമായി. അതിപ്പോൾ എവിടെയാണുള്ളത്? ദർവാൻ എന്ന കിണറ്റിലെ പാറക്കല്ലിനിടയിൽ. ഉറക്കമുണർന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ആശ്വാസം തെളിഞ്ഞു. ആയിഷ, എൻ്റെ രോഗത്തിനുള്ള മരുന്ന് അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നിരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. നേരം വെളുത്തപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു, അമ്മാർ, സുബൈർ റളിയല്ലാഹു അൻഹുമ എന്നിവരെ കൂട്ടി ദർവാൻ കിണറ്റിലേക്ക് പോയി. ആ കിണറിലെ വെള്ളം മൈലാഞ്ചി പിഴിഞ്ഞതുപോലെ ചുവപ്പു നിറത്തിൽ കലങ്ങിയിരുന്നു. ചുറ്റുമുള്ള ഈത്തപ്പനകൾ പിശാചുക്കളുടെ തലകൾ പോലെ ഭീകരമായി തോന്നി. അവർ ആ കിണറ്റിൽ ഇറങ്ങി ആ കെട്ടുകൾ കണ്ടെടുത്തു. ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നത്. കൂടെ 2 അത്ഭുതകരമായ സൂറത്തുകളും, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പാരായണം ചെയ്യാൻ തുടങ്ങി. ഓരോ ആയത്തുകൾ ഓതുമ്പോഴും ആ കെട്ടുകൾ ഓരോന്നായി അഴിഞ്ഞു മാറി. 11 ആയത്തുകൾ, 11 കെട്ടുകൾ. അവസാനത്തെ കെട്ടുമഴിഞ്ഞപ്പോൾ കെട്ടിയിട്ട് ഒരു വലയിൽ നിന്ന് ഭാരത്തിൽ മോചിതനായതുപോലെ, ബന്ധനത്തിൽ നിന്ന് കുതറിമാറിയ ഒട്ടകത്തെ പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസം ലഭിച്ചു. പ്രസരിപ്പ് തിരികെ വന്നു. എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ആ മാരണവസ്തു പുറത്തെടുത്ത് ജനങ്ങളെ കാണിച്ച് ആ കുറ്റവാളിയെ ശിക്ഷിച്ചുകൂടായിരുന്നു? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടിയാണ് ലോകത്തിന് മാതൃക. ആയിഷ, അല്ലാഹു എനിക്ക് സൗഖ്യം നൽകി, അത് മാത്രം മതി എനിക്ക്. ജനങ്ങൾക്കിടയിൽ ഒരു കുഴപ്പമുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ അഭിമാനം തകർക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അവിടുന്ന് ലബീദിനെ വിളിപ്പിച്ചു പോലുമില്ല, അവനോട് പ്രതികാരം ചെയ്തില്ല. ഇതാണ് പ്രവാചകൻ. തന്നെ കൊല്ലാൻ നോക്കിയവരോട് പോലും ക്ഷമിച്ച കാരുണ്യമാണ് പ്രവാചകന്റെ സവിശേഷത. ഈ സംഭവം നമുക്ക് നൽകുന്ന പാഠം വലുതാണ്. ഈ ലോകത്ത് അസൂയയുണ്ട്, കണ്ണേറുണ്ട്, സിഹറുണ്ട്. പക്ഷേ അതിനെല്ലാം തോൽപ്പിക്കാൻ അള്ളാഹു നമുക്ക് നൽകിയ വജ്രായുധമാണ് മുഅവ്വിദത്തൈൻ, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ശൈത്വാന്മാരിൽ നിന്നും അസൂയക്കന്മാരുടെ കണ്ണുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കട്ടെ. ആമീൻ.